മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏലിയസ് ലീബ മൂശക്കാലത്തിലെ 8ാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഫ്ലവേഴ്സ് ടിവിയിൽ ഡേവിസ് ചെർമലച്ചൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കോമഡി പ്രോഗ്രാമിൽ അച്ഛൻ പങ്കെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അച്ഛനിങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വാക്കുകൾ കുറച്ച് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുക. ഒരു ദിവസം അച്ഛൻ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത് അവിടെ പ്രസംഗിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം എനിക്ക് ഏറെ സന്തോഷം തോന്നി, ഒത്തിരി ചിന്തകൾ എന്നിൽ ഉണർത്തി. അതിനാൽ തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ എൻ്റെ കിഡ്നിയും കൈയും കാലും ഒക്കെ ഡൊണേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അച്ഛൻ പറഞ്ഞു, നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അടുത്തുള്ള ആ ദാമോദരൻ ചേട്ടൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു ചക്കക്കുരു കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ നീ നിൻ്റെ ഹൃദയത്തിലൊന്ന് തൊട്ടു നോക്കണം, നല്ല അറ്റാക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പം ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. വലിയ കാര്യങ്ങൾ ചെയ്ത് ഇച്ചിരി പേരൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് പൊതുവെ നമ്മൾ. അച്ഛൻ തുടരുകയാണ്, മനുഷ്യൻ്റെ ചിന്ത ഇങ്ങനെ വലിയ കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കാണ്. അച്ഛൻ പറയുന്നു, നല്ലൊരു പുഞ്ചിരി കൊടുത്തുകൂടെ, നല്ലൊരു വാക്ക് പറഞ്ഞുകൂടെ. ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ആവശ്യം. നമുക്ക് 2 കണ്ണുകളുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മളെ കാണാനും ഒന്ന് മറ്റുള്ളവരെ കാണാനും വേണ്ടിയിട്ടാണ്. നമുക്ക് 2 കാതുകളുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാനും ഒന്ന് മറ്റുള്ളവരെ കേൾക്കാനും. ഇങ്ങനെ മനുഷ്യനെ തന്നിരിക്കുന്ന 2 കിഡ്നിയും കാലുകളാണെങ്കിലും കൈകളാണെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മുടെ സ്വന്തമായ ജീവിതം നമ്മുടേത് മാത്രമല്ലെന്നും അപരന് വേണ്ടി കൂടിയാണെന്നും അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മൃദു സ്പർശം കൊതിച്ച് പാതയോരത്തും നാൽക്കവലകളിലും ഇന്ന് മനുഷ്യർ ഒരുപാടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ പോലും മൃദുവായൊരു വാക്കിന് വേണ്ടിയും ഒരു പുഞ്ചിരിക്ക് വേണ്ടിയും ഒരു സ്വാന്തന സ്പർശനത്തിന് വേണ്ടിയും കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടാകാം. അവിടെയാണ് ക്രിസ്തുനാഥൻ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോലും കർത്താവിൻ്റെ സ്പർശനമേൽക്കുമ്പോൾ രോഗസൗഖ്യത്തിലേക്ക് കടന്നു പോകുന്ന ആ യുവതിയെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തും. ഈ തകർന്ന ഹൃദയങ്ങളിൽ മൃദുസ്പർശമാകാൻ നമുക്കാവണം. ഗുരുവിൻ്റെ സ്പർശനമേൽക്കുമ്പോഴും ഗുരുവിനെ സ്പർശിക്കുന്നവരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്കും സൗഖ്യങ്ങളിലേക്കും വഴുതി വീഴുന്നുണ്ട്. ഭൗതിക മനുഷ്യൻ്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട 2 ജീവിത പ്രശ്നങ്ങളിലേക്കാണ് ഇന്നത്തെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം 8ാം അധ്യായം മനുഷ്യൻ്റെ 2 സമസ്യകളായ രോഗം, മരണം. അതുപോലെ തന്നെ ഈ അധ്യായം പങ്കുവെക്കുന്ന മറ്റു 2 കാര്യങ്ങൾ കൂടിയുണ്ട്, പ്രകൃതി, പിശാച്. ഇതിനെ എല്ലാത്തിൻ്റെയും ഉടയവനായ ദൈവം, ഇതിൻ്റെ മേൽ നിയന്ത്രണമുള്ള ദൈവം അത്ഭുതങ്ങളിലൂടെ ഞാനാണ് സകലത്തിൻ്റെയും നാഥനെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ്. മദർ തെരേസ പറയുന്നു, നിങ്ങൾ വർഷം കൊണ്ട് പണിതു തീർത്തതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായേക്കാം. നിങ്ങൾ ചെയ്യുന്ന നന്മകളെല്ലാം മറ്റുള്ളവർ അവഗണിച്ചേക്കാം, തിന്മയായി കണ്ടേക്കാം. എങ്കിലും പണിതുയർത്തുക, നന്മകൾ ചെയ്യുക. കാരണം അവസാനം കണക്കു തീർക്കുന്നത് നീയും അവനും തമ്മിലല്ല, നീയും നിന്റെ ദൈവവും തമ്മിലാണ്. കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നീണ്ട 12 വർഷങ്ങളുടെ അലച്ചിലും വ്യാധിയിലും കഷ്ടപ്പാടിലും നടന്നവൻ ക്രിസ്തുവിൻ്റെ വിരൽ തുമ്പിലാണ് ദൈവസ്പർശം കണ്ടെത്തുന്നത്. അല്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ഹൃദയം അവൻ്റെ ശരീരം മുഴുവനും നിറഞ്ഞു നിന്നു. അനുകമ്പയോടെ അവൻ ജനങ്ങളെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിലായിരുന്നു ഹൃദയം. കുഷ്ഠരോഗിയെ സ്പർശിച്ചപ്പോൾ അവൻ്റെ വിരൽ തുമ്പിലായിരുന്നു ഹൃദയം. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ പോലും ഹൃദയമുണ്ടായിരുന്നു.
ഒരുവൻ്റെ വിശുദ്ധിയും ആന്തരികതയും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും വ്യക്തികളിലേക്കും വ്യാപരിക്കുന്നു. നമ്മുടെ ആധ്യാത്മികമായ ശക്തി, ആന്തരികമായിട്ടുള്ള വിശുദ്ധി നമ്മുടെ ചുറ്റുപാട് നന്മ നിറയ്ക്കുന്നതാക്കണം. ഇനി നമ്മൾ കണ്ടെത്തുന്നത് ജയറോസിനെയാണ്. ജയറോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ പ്രകാശം നൽകുന്നു എന്നാണ്. ജയറോസ് അധികാരിയാണ്, സിനഗോഗിൻ്റെ ചുമതലയുള്ളവനാണ്. നിയമങ്ങളും പഴയ നിയമത്തിലെ പുസ്തകങ്ങളുമെല്ലാം അവൻ അറിയാം. പക്ഷെ ഇതൊന്നും അവൻ്റെ രക്ഷയ്ക്ക് എത്തുന്നില്ല. നീണ്ട നാളത്തെ വേദനയ്ക്കും സഹനത്തിനും കണ്ണീരിനും ഇടയിലേക്ക് അവൻ കർത്താവിനെ കണ്ടെത്തുകയാണ്. കണ്ടെത്തുക മാത്രമല്ല, അവൻ ഭവനത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുകയാണ്, കൊണ്ടു ചെല്ലുകയാണ്. കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും അടയാളമായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ ഒരപ്പൻ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ പ്രകാശം പരക്കുകയാണ്, ജീവൻ നിറയുകയാണ്. കരച്ചിലടങ്ങാത്ത ഭവനത്തിൽ സമാധാനം അലയടിക്കുകയാണ്. അടുത്തതായി ക്രിസ്തുവിൻ്റെ മൊഴിയാണ് തലീത്ത കുമി, ബാലികെ എഴുന്നേൽക്കൂ. ജീവിതത്തിൻ്റെ വഴികളിൽ ഉഴറിപ്പോകുന്ന നമുക്ക് ചുറ്റുമുള്ളവരോട് നമുക്ക് പറയാൻ സാധിക്കണം, എഴുന്നേൽക്കൂ, നിന്നോടൊപ്പം ഞാനുണ്ട്. നമുക്കുള്ള കണ്ണുകൾ, കാലുകൾ, കൈകൾ മറ്റുള്ളവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഉള്ളതാണ്. തലീത്ത കുമി. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. നിന്റെ പകുതി അപരന് വേണ്ടിയുള്ളതാണ്. നിന്റെ ഭവനത്തിലേക്ക് നീ ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ടു പോവുക. പ്രകാശം പരക്കട്ടെ, ജീവൻ സമൃദ്ധമാക്കട്ടെ.